ബേക്കറിക്ക് വന്നേക്കാട്ടെ. മാംഗോ ബേക്കറിയിൽ നമ്മൾ സ്നേഹമുൾക്ക് കേക്ക് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. കേക്ക് ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് ഗൈസ്. പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് കേക്കൊക്കെ മേടിച്ച് പോകാൻ നിൽക്കാണ്. നമ്മൾ സ്നേഹമുൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞു എല്ലാവരും ചോദിച്ചില്ലേ നന്ദന എന്താ ബർത്ത്ഡേ നന്ദന എന്താ ബർത്ത്ഡേ ഈ തള്ളി തന്തേനെ വിളിച്ചില്ല മോനിക്ക പറയാൻ തള്ളി ഇവരെന്നെ രണ്ടാളും വിളിച്ചില്ല. അവർ രണ്ടുപേരും തള്ളി തന്നെ വിളിച്ചാൽ എന്താ വിളിക്കാൻ എങ്ങനെയാ കയ്യിൽപ്പതല്ലേ കയ്യിൽപ്പതല്ലേ മോനിക്ക എന്നെ വിളിച്ചിട്ടില്ല. എല്ലാവരും അങ്ങനെയാണ് എത്തിയിരിക്കുന്നത്. എന്നെ വിളിച്ചില്ല. വിളിക്കാൻ ശ്രദ്ധിക്കാൻ പോകാറില്ല ഓൾറെഡി. അപ്പൊ ഞാൻ വിളിക്കാൻ ശ്രദ്ധിക്കാൻ പോകാറില്ല. ഞാൻ വിളിക്കാൻ ശ്രദ്ധിക്കാൻ പോകാറില്ല മോനിക്ക. അത് തന്നെ ഞാൻ ഗിഫ്റ്റ് ഒന്നും കേട്ടോ. ഗിഫ്റ്റ് ഞാൻ നിഷാനേച്ചി കൊടുത്തു. ഗിഫ്റ്റ് വേറെ പണിയില്ല. അപ്പൊ നമ്മൾ കേക്ക് കട്ടിട്ടോ. ഓക്കെ എന്നിട്ട് പഠിക്കുന്ന മോനിക്കും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സായിച്ചായിരുന്നു. ഞാൻ ഹോർലിക്സ് കൊടുത്തിട്ടുണ്ട്. അതെ പാവം. അതെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനിക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സായിച്ചായിരുന്നു. സീനിയറാണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടായിരുന്നു ലാലേട്ടൻ. ഒന്നും കിട്ടിയില്ലേ? കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഒന്നും കിട്ടിയില്ല. ഗിഫ്റ്റ് ഒന്നുമില്ല. സീരിയസ് ആയിട്ട് ഗിഫ്റ്റ് ഒന്നുമില്ല. ഗിഫ്റ്റ് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യും. സുരേഷ് ഗോപി സാർ ചേട്ടാ അല്ല ഗോകുല ഇത് കണ്ടോ ഐശ്വര്യ ക്രഷ് അടിച്ചവരുണ്ടല്ലോ അങ്ങനെ യാതിരിക്കാനുണ്ടല്ലോ. പണ്ടത്തെ ഒരു മുഖമായിട്ട് ഏതാണെന്നറിയോ ഒരു പറഞ്ഞിട്ട് അതന്നെ സ്റ്റേജിൽ പേര് വെച്ചിട്ടുണ്ട്. കാണൂലേ ടോർച്ചടിക്കേണ്ടി വരും. പുതിയതായിട്ട് ജോയിൻ ചെയ്ത ചേട്ടന്റെ പേര് മണ്ണിലാണ് വന്നിരിക്കുന്നത്. എന്ത് വർത്താനം ഇവിടെ. ബീഫൊന്നല്ല ചിക്കൻ രണ്ടും ചില എന്റെ വകയാണ് ഫുള്ള് ചെലവെന്ന് പറയാൻ പറഞ്ഞു. പൈസ ഒരു പവർ തന്നെ. അതെ കാശൊന്നും എനിക്കൊരു പുത്രിയല്ല. കാശൊന്നും എനിക്കൊരു പുത്രിയല്ല. മോനൊക്കെ പറഞ്ഞു കൊടുക്കൂ. ഈ ചേട്ടനാണ് നമുക്ക് ഫുഡ് കൊടുക്കുന്നത്. ചേട്ടൻ നല്ല ചിരി ചേട്ടൻ. ലൈക്ക് ചേട്ടാ ചേട്ടാ കൊളാബ്. അല്ല ചേട്ടാ കൊളാബ് കിട്ടോ. അല്ലല്ല ചേട്ടാ കൊളാബ്. എന്താണ് ടേസ്റ്റ് ഉണ്ടോ? ഏതളിയൻ രഞ്ജിത്തേട്ടാ നിങ്ങൾ പറയുന്നത് കേട്ടോ. എന്തത് ഇങ്ങനെ കാണിച്ചു ചേച്ചി കഴിക്കൂ. മോനൊക്കെ കഴിക്കൂ. ടേസ്റ്റ് ഉണ്ടോ നോക്കൂ. പറയൂ ഇതെന്താണ്? എനിക്കണ്ട സ്നേഹം പൊരിച്ചത് നോക്കട്ടെ. എനിക്കൊന്നും വേണ്ട. ശരിയൊന്നും പറഞ്ഞ കേൾക്കണ്ട. ബിഗ് ബണ്ണിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഒരു കഴിച്ചു നോക്കിയിട്ട് ഇപ്പൊ പറയാം അഭിപ്രായം. ചേച്ചി കൊല്ലാണോ? കഴിക്കൂ. ഭർത്താവിനായിട്ട് സ്നേഹനിധിയായി ഭർത്താവിന് മുറിച്ചു കൊടുക്കുന്നു. വീണ്ട് നല്ല രുചിയുണ്ട്. ചിക്കൻ ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ ചിക്കൻ അല്ലാണ്ട് പിന്നെ എന്തൊരു ടേസ്റ്റ് ഉണ്ടാവുക? ചിക്കൻ ടേസ്റ്റ് ഉണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ? ചിക്കൻ പ്ലസ് മസാല ടേസ്റ്റ് ഉണ്ട്. അതിപ്പോ പറഞ്ഞത് മോനിക്ക കഴിക്കില്ലേ? മോനിക്ക ഇരുന്നിരുന്നിരുന്നിരുന്ന് വയ്യണ്ടായി ഗൈസ്. നമ്മളിത് കഴിക്കാൻ പോവാണ്. ഞാനല്ല ഇവര്. എനിക്ക് വേണ്ട. മോനിക്ക സാധനം നമ്മുടെ മൊയ്റ്റോ വന്നു. ഇവര് കുറെ നേരം ഓർഡർ ചെയ്തിട്ട് ഇവർക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് എത്തി. ഞാനങ്ങനെ ഭയങ്കര ഞാനിങ്ങനെ അതെ ഞാൻ കുറച്ച് ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് എനിക്ക് അവര് ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ.
പോയില്ലേ സായിന്റെ വൈഫ് ഇപ്പൊ നന്ദനുണ്ട് തൃശ്ശൂരാണ് ഭക്ഷണം കഴിക്കാൻ നടത്തിയത്. കുടിച്ചു നോക്കുന്നത് അതെന്താ ഫുഡ് പ്രൊമോഷൻ ചോദിച്ചു പോലും. അപ്പോഴാണ് ഞാൻ ഇത് ഫുഡ് പ്രൊമോഷൻ ആണ് സാധാ ബ്ലോഗ് അല്ലേ എന്താ ഈ പറയും കാര്യം? പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല ടേസ്റ്റ് ഉണ്ട് തന്നെ പോയി കുഴപ്പമില്ല പുളിയോട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ത്? സൂപ്പർ കോഫി കോഫി ഒപ്പം ഇല്ല നീ കോളേജിൽ എന്താ 0.5 എടുത്തത് വണ്ണിലല്ല എടുക്കട്ടെ വണ്ണിൽ എടുത്തിട്ട് നല്ലൊരു ചിത്രം ഇതാ അടുത്ത ഹോർലിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ മൊയ്റ്റേ കുടിക്കും മൊയ്റ്റോ അയാളെ കണ്ടിട്ട് സൂപ്പറാണ് ചേട്ടാ സൂപ്പർ ശരിയാണ് അടിപൊളിയാണ് കാണാൻ ഭംഗിന്റെ പറഞ്ഞിട്ട് വേഗം ഫസ്റ്റ് തന്നെ മൊയ്റ്റോ വാങ്ങിക്കൊണ്ടുവന്നു അതാണ് സ്ട്രാറ്റജി ഗെയിം സ്ട്രാറ്റജി കോളേജ് എടുത്ത് കുടിക്കുന്ന സ്റ്റേജ് ഞാൻ താമസിക്കുന്നൊന്നും പറയണ്ട സ്റ്റേജ് 51 അതെ സോറി മോനി 51 ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത് 51 ബർത്ത്ഡേ അത് ബിഗ് ബണ്ണിലാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ആ ക്യാമറയുടെ കൈ കണ്ടെങ്കിൽ കൈ ഞാൻ പ്രൊഫഷണൽ ഹലോ മുറിക്കെ ഭർത്താവ് ഒന്ന് പോകുന്നുണ്ട് തുടങ്ങിക്കോ ഇത് ഇവളാണ് മെയിൻ അങ്ങനെ എന്റെ ബർത്ത്ഡേ കേക്ക് നന്ദന സി കൊണ്ടുവന്നെ താങ്ക് യു ഓക്കെ വെൽക്കം ഗിഫ്റ്റ് ചേട്ടനുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഗിഫ്റ്റ് എനിക്ക് മറച്ചു വെച്ചു പക്ഷെ നല്ല അടിപൊളി കേക്ക് എന്റെ ചേച്ചി കുട്ടിക്ക് ഒരു ലവ് കിട്ടിട്ട് അത് മറ്റേ അളിയന്റെ അളിയന്റെ വകയാണല്ലേ അതായത് ഞാൻ ഇവളെ ചാനലിലൂടെ ഒഫീഷ്യലായിട്ട് പറയുന്നു അളിയനാവാൻ പോകുന്ന ആള് ബിഗ് ബോസിൽ ഒരാളാണ് ഈ സീസണിലാണ് നിങ്ങൾ വിചാരിക്കേണ്ട ബിഗ് ബോസിൽ ഏതെങ്കിലും ഒരു സീസണിൽ ഒരാളാണ് ചിലപ്പോ കേറാനും ബിഗ് ബോസിലെ ആളാണ് അത്ര ഞാൻ പറയും കണ്ടന്റ് ആയില്ലേ ഹെവി കണ്ടന്റ് ആയില്ലേ ഇത് കണ്ടന്റ് ആണ് ഇന്റെ അളിയൻ ആരാന്നുള്ളത് നിങ്ങൾ ഇന്റെ അളിയൻ ആരാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കും അങ്ങനെ സന്തോഷ ഞാൻ എന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ഗിഫ്റ്റാണിത് എന്റെ ഗിഫ്റ്റ് എനിക്ക് തന്നില്ല ഗിഫ്റ്റ് മറച്ചു കൊടുത്തു എന്തായാലും അതിന് സങ്കടം എന്നാലും ചേട്ടനുടെ ക്യാമറമാൻ അതിന്റെ വകയാണ് കേക്ക് അപ്പൊ ഞങ്ങളുടെ കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നെ വിളിച്ചിട്ട് കഴിച്ചു ബർത്ത്ഡേ സന്തോഷ ജന്മദിനം എനിക്കറിയില്ല സന്തോഷ എനിക്ക് ഞാൻ സർപ്രൈസ് തരുന്നവരാണ് എന്തായാലും താങ്ക് യു നന്ദനാക്കി അതെ ഗിഫ്റ്റ് ഒന്നും നമ്മൾ കേക്ക് മുറിച്ച് അവസാനിപ്പിക്കുന്നു അതെ അപ്പൊ എന്തായാലും അടിപൊളി ബിഗ് ബൺ സൂപ്പറാ ബിഗ് ബൺ തിയറി അതെവിടെ ലൊക്കേഷൻ പറഞ്ഞത് അതറിയില്ല എടുത്ത് വന്നാൽ മാത്രമേ അറിയുള്ളൂ ഇവിടെ ചേട്ടൻ പറഞ്ഞോ വീഡിയോയില് കേൾക്കും സ്റ്റോപ്പ് വരുന്നത് നെസ്റ്റോട് തൊട്ടടുത്തായിട്ട് അവിടെ തന്നെ പുഴയ്ക്കില്ലേ ബിഗ് ബൺ തിയറി അപ്പൊ നല്ല ആംബിയൻസ് വേണ്ടവർക്ക് ഇവിടെ വന്ന് ബർത്ത്ഡേ ആഘോഷിക്കാം നമുക്ക് വേണ്ടി ഇപ്പൊ തന്നെ സെറ്റാക്കി തന്നെ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു ചേട്ടാ ഓക്കെ കഷ്ടപ്പെട്ട് ക്യാമറ പിടിച്ച ചേട്ടൻ ഇതാണ് കേട്ടോ കണ്ടില്ലേ ആ ചേട്ടൻ ഓക്കെ താങ്ക് യു കേട്ടോ ഓക്കെ താങ്ക് യു
കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. മോയിനൊക്കെ ക്ഷീണിച്ചു കേക്കൊക്കെ കഴിച്ചു. ഷുഗർ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു മുത്തശ്ശ കഴിക്കലേ കഴിക്കലേന്ന്. എന്നിട്ട് കഴിച്ചു. ഷുഗർ എനിക്ക് അതെ ശരീരത്തിലില്ല, സ്വഭാവത്തിലേ ഉള്ളൂ. അപ്പൊ ഇവര് പാട്ട് വെച്ചെന്റെ കോപ്പി എടുത്തിട്ട് ഗൈസ് ഞാൻ പുറത്ത് പോയിട്ട് എടുക്കാം. അതെ ഇവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്തതാ. കേക്കിനെ ചന്നം പിന്നെ വെട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവര് കണ്ടല്ലേ, ഇത് ഞാനാന്ന് പറയാൻ പറഞ്ഞു ചേച്ചി. നല്ല രസത്തിൽ ഇവിടെ കൊണ്ടെടുക്കാം അല്ലേ. ഇവിടെ ബിഗ് ബൺ തിയറിന്ന് ഫുഡൊക്കെ കഴിച്ച എല്ലാവരും നമ്മൾ നല്ല ക്ഷീണത്തിലാണ്. ശോ ഇതവിടെ ഭർത്താവ് സ്നേഹനിധിയായ ഭർത്താവ് സ്നേഹനിധി ഇല്ലാത്ത ഭാര്യയ്ക്ക് ഫോട്ടോ എടുക്കുന്നു. വേണ്ടത് ബിഗ് ബൺ തിയറി നമ്മുടെ ഇതാണ് ലൊക്കേഷൻ വരുന്നത്. ഇപ്പൊ നമ്മള് ഫുഡ് ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചില്ല. എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ചപ്പാത്തി കഴിച്ചാൽ വന്നത്. അത് കാരണം വിശപ്പ് ഉണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ കുറച്ചേ കഴിച്ചുള്ളൂ. നമ്മളിനി പോവാണ്. അപ്പോൾ എന്താണ് ഇവിടെ രണ്ടാളും എന്താണ് എനിക്കിടെ ക്രിയേറ്റിവിറ്റി ആണ് ഈ ഫോണിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സൂം ചെയ്യൂ എന്നെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ബൾബിൽ നിന്ന് എന്റെ എന്താ എവിടുന്നാണ് ഈ ബുദ്ധിയൊക്കെ വരുന്നത്? സാഹചര്യം ഇത്ര ഓക്കെ നമ്മൾ സെൽഫി എടുക്കാൻ പോവാം. പണ്ട് എങ്ങനെയാ ഇല്ല നിങ്ങളെ ബർത്ത്ഡേക്ക് ഇല്ലല്ലോ. നിങ്ങള് എവിടെ സ്നേഹിച്ച് കയ്യൊക്കെ കൊടുത്ത് പോകുന്നു. ഫാൻസിലെ ബർത്ത്ഡേ വിഷ് ചെയ്താണ്. ഫാൻസ് പൊക്കോളർന്ന് അപ്പോഴേക്ക് ഫാൻസ് ആണ്. എന്താ എന്താണ് പറയാനുള്ളത് നിങ്ങളെ ഭാര്യനെ പറ്റിട്ട്? 2 വാക്ക്. എനിക്ക് കിട്ടിയ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഭാര്യ, ഒന്നൊന്നര മുതലാണ്. അതുകൊണ്ട് വേറെ ആരും നോക്കാനും പറ്റുന്നില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് കേട്ടോ മുതല്. ഞാൻ ആലോചിക്കും കട്ട് ചെയ്യണോ വേണ്ടതൊക്കെ. ഗൈസ് നമ്മള് പോവാണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മള് KSRTC കൊറിയറാണ് ഗിഫ്റ്റ് തരുന്നത്. സ്നേഹമോള് അറിഞ്ഞിട്ടില്ല എന്താന്നുള്ള സംഭവം നമുക്ക് ഞെട്ടിക്കാം. ഗിഫ്റ്റ് അടിച്ചു തലയിരിക്കട്ടോ. അപ്പൊ കേറി അങ്ങനെ അവസാനം കാറ് സീറ്റ് ഒഴിവാക്കി അടിച്ചുപറ്റി. അതെ ഞാൻ ഫ്രണ്ടിലായിരിക്കും. ആ ഒരു പേടി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ബില്ല് കൊടുത്തില്ലേ? ഞാൻ എന്റെ ഗൂഗിൾ പേയിൽ കൊടുത്തില്ലേ ബില്ല്? അങ്ങനെ പറയണം കേട്ടോ. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫ്രണ്ടിലിരിക്കും. എന്റെ കാരണം വെച്ചാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് ബാക്കിലിരുന്നാൽ. അപ്പൊ ഞാൻ ഫ്രണ്ടിലേക്ക് ഈ കാറിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ഞാൻ അപ്പൊ ശ്രദ്ധിക്കില്ല. ഇല്ല കുഴപ്പമില്ല. അപ്പൊ ഗൈസ് വീട് പോറ്റി ഹോട്ടലിലേക്ക് ഇവിടെ റൈറ്റ്. അപ്പൊ നമ്മള് സ്റ്റേജിൽ നടത്തി കൊണ്ടുപോവാണ്. എന്തിനു വേണ്ടി അല്ലാണ്ട് പിന്നെ ഇതെന്താ മോള് വിചാരിച്ചല്ലേ കൊറിയർ സെന്റർ അവിടെ വരണം. കൊറിയർ നാളെ ഷൂട്ടിലേക്ക് അതെ ഒന്നും പറയരുതെന്ന്. ചില കുഴപ്പമില്ല കൊണ്ടു നോക്കണ്ടേ. നമ്മുടെ അരമണിക്കൂർ അരമണിക്കൂറിന് ശേഷം നമ്മുടെ സാധനം ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തൊരു കഷ്ടപ്പാടാണല്ലോ ഗൈസ്. സ്നേഹമോളുടെ ഗിഫ്റ്റ് നമ്മൾ പൊളിക്കാൻ അതിലേക്ക് നോക്കിയിരിക്കണം. ഇതിൽ കാണിച്ചിട്ടില്ലല്ലോ. എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് കിട്ടത്. അരമണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് കല്യൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വേർത്തു. എവിടെയെങ്കിലും തുറക്കും. ഹാപ്പി ബർത്ത്ഡേ നിങ്ങളെ എടുത്തിട്ടാ നല്ല രസം. അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ്. എന്താ സാധനം തുറന്നൊക്കെയല്ല തുറന്നു. അപ്പൊ മനസ്സിലാവും. എനിക്കറിയാം. ഞാൻ പറയില്ല നിങ്ങളോട്. അതൊക്കെ ഉണ്ട് അവിടെ. കൊളാബ് സത്യം പറഞ്ഞത് കൊളാബല്ലേ? അതെ ഇവിടെ കൊളാബ് എടുത്തിട്ടാക്കി എന്നെ വാങ്ങിച്ചു. അതെ ക്യാമറമാൻ പാവം ഒരു മനുഷ്യരെ എന്നെ കോംപ്ലിമെന്റ് സ്നേഹ മറ്റേ സന്തോഷത്തിലേ പറഞ്ഞു. പിന്നെ പൊളിക്ക് എത്ര നേരം പൊളിക്കണു. അങ്ങനെ പൊളിച്ചിട്ടുണ്ട്.
കാണിച്ചു കൊടുക്ക് ക്യാമറയ്ക്ക് കാണിക്കൂ. ഇങ്ങോട്ട് കാണിക്കോ, തിരിക്കോ, ഇങ്ങോട്ട് തിരിക്കോ. കവർ പൊളിക്ക്, കവർ പൊളിക്ക്, കവർ പൊളിക്ക്. ഫോട്ടോ ഏണ്ട് നിങ്ങൾക്കൊരു പുച്ഛം. എക്സ്ക്യൂസ് മീ, കവർ പൊളിക്കോ. യെസ്, ഞാനാണ് കൊടുത്ത ഗൈസ്. ആ റൈറ്റ്. ഞാനും കൂടി ഉള്ളതുകൊണ്ട് ഫോട്ടോ ഒക്കെ ആ അങ്ങനെ ഇനിയിപ്പോ ഭർത്താവില്ലാത്തൊരു ഭാര്യക്ക് വിഷമിക്കാൻ സ്ലേറ്റിലോ പെട്രോൾ പൗഡറി കാണിച്ചാരാ. തിരിക്കി പോ നിങ്ങള്. എങ്ങനെയുണ്ട്? തിരിക്കി. സ്ലേറ്റ് ഉണ്ടാക്കിയത് സ്ലേറ്റ് ആണത്. എന്ത് നന്ദനം ഒറ്റയ്ക്ക് ഞാനിപ്പോ കാണുന്ന ഗൈസ് ഇതാ നല്ല കണ്ടിട്ടുള്ളത്. ചേച്ചി താങ്ക് യു സോ മച്ച്. ഗിഫ്റ്റ് മാർബിളോ നീ ചേച്ചി തലക്കടികളെ സാധനമാണ് ഞാൻ തന്നിരിക്കുന്നത്. തലക്കടിച്ച് എനിക്ക് ഇപ്പുറത്ത് ഇയാളുള്ളോണ്ടേ ആരത്? ഏത് ഏത് വേട്ടളി സാധനം ശരിക്കും സാധനം ഇവിടെ നമ്മളെ മറ്റേ ഇതിനായിരുന്നു. ഏതിന് വെഡിങ് ആനിവേഴ്സറിക്കാ? അത് എല്ലാം കൂടി ഇട്ട് ഒരുമിച്ചെടുത്തോളൂ കേട്ടോ. ഇനിയില്ല, ഇനി ഗിഫ്റ്റ് ഇല്ല. അപ്പൊ താങ്ക് യു നന്ദനസി. ഓക്കെ, കൊറിയർ അയച്ച ആൾക്കോ പിന്നെ മറ്റേ ഗിഫ്റ്റ് ചെയ്ത ആൾക്കും പിന്നെ ആ KSRTC നിന്ന ആൾക്കോ പോളി ചേട്ടനും പോളൂനും എല്ലാവർക്കും പിന്നെ ഓട്ടോറിക്ഷ ചേട്ടനും നന്ദി. അടുത്ത റൈറ്റ് എടുത്ത് പോട്ടാ ചേട്ടാ, പെട്രോൾ അടിക്കണ്ടേ നിങ്ങൾക്ക്. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മളപ്പോ വീഡിയോ വെച്ച് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് ചേച്ചി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അങ്ങനെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചു. എന്നെ വിളിക്കാത്ത ബർത്ത്ഡേ ആണെങ്കിൽ എടുക്കോണ്ടി. ഇഷ്ടായില്ലേ? നല്ല നേരത്തെ ചൂടായി ഗൈസ്. അപ്പൊ സംസാരിച്ച് വയ്യണ്ടായി എനിക്ക്. മൊയ്തൊക്കെ ഇഷ്ടായാ? പിന്നല്ല. അപ്പൊ നമ്മള് താങ്ക് യു സോ മച്ച്. നമുക്ക് ഗിഫ്റ്റിന്റെ ചെയ്ത ആൾക്കാരെ ഞാൻ മെൻഷൻ ചെയ്യാം. അവർ ഇൻസ്റ്റയില് സൂമാക്കി നോക്കാം. അപ്പൊ ഗൈസ് ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, പറ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. വെറുതെ പോയി പെടാ നിക്കണ്ടോ ഗൈസ്. അതൊക്കെ ചെയ്തു. ബൈ. മോനിക്ക് എന്താ മിണ്ടാത്ത പറ. എല്ലാരും ഷെയർ ചെയ്യാട്ടോ, സപ്പോർട്ട് ചെയ്യാം. പെയിന്റിങ് അടിപൊളിയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ.